ഒരു കൊച്ചു കുടുംബത്തിൻ്റെ ഒരു കുഞ്ഞു സന്തോഷമുള്ള യാത്ര അതാണ് കേട്ടോ ഈ വ്ളോഗിലുള്ളത്. ഞങ്ങൾ 3 പേരും കൂടെ, ഞാനും ഹസ്ബൻഡും മോനും കൂടെ ഒരു ചെറിയൊരു യാത്ര പോകുവാണ്. ഞങ്ങളിങ്ങനെ കുറേ നാളായി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്, അപ്പോൾ അങ്ങനെ പോകാം എന്നൊക്കെ കരുതി ഇങ്ങനെ നോക്കി ഇരുന്നപ്പോഴേക്കും ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, അതായത് ഒരു വാട്ടർഫോൾസിലൊക്കെ പോകണം എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴേക്കും ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, കൊച്ചിയിൽ നിന്നാണ്, അവിടെ നിന്ന് ഒരു 45 കിലോമീറ്റർ ദൂരെ ഒരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അരീക്കൽ വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്കൂട്ടിയിലാണ് പോകുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ. നല്ലൊരു റൂട്ടായിരുന്നു കേട്ടോ. റൂട്ടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ചെന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് എൻട്രി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നേരെ സ്ഥലത്തേക്ക് ചെല്ലുവാണ്. നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ താഴെ ആ വാട്ടർഫോൾസിൻ്റെ താഴെയല്ല, നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് ആ വാട്ടർഫോൾസ് വീഴുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. മേളിൽ നിന്ന് നോക്കി കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും ഇതിൻ്റെ താഴെ എത്താം. അപ്പോൾ നമ്മൾ കുറച്ച് ഇറങ്ങാനുണ്ട് കേട്ടോ, പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ, നല്ല കൂളിംഗ് ഉള്ളത്. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഒരു 10-11 ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ചെല്ലുന്നത്. പക്ഷേ ആ ഒരു വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല കൂളിംഗ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ദൂരെ നിന്ന് തന്നെ വാട്ടർഫോൾസ് കണ്ടു. അപ്പോൾ മോനായിരുന്നു ഏറ്റവും താല്പര്യം ഇങ്ങനെ പോകാനായിട്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യാത്രയൊക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അത്യാവശ്യം നല്ല ഇറങ്ങുമ്പോഴേക്കും നമ്മൾ അറിയത്തില്ല, പക്ഷെ കയറുമ്പോഴേക്കും കാലൊക്കെ നന്നായിട്ട് വേദനിക്കും കേട്ടോ. അത്രയും പടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇറങ്ങിയപ്പോഴേക്കും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒന്നും അറിഞ്ഞില്ല, പക്ഷെ തിരിച്ച് കയറിയപ്പോഴേക്കും നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പോയ ആ ഒരു സ്ഥലമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് 2 തട്ടായിട്ടാണ് ഈ വാട്ടർഫോൾസ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് തട്ടാണ്. ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇറങ്ങി കുളിക്കാം, കളിക്കാം, നല്ല സന്തോഷമായിട്ട് ഇരിക്കാം. ഇതാണ് വാട്ടർഫോൾസിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടത് ആ ഒരു കുളം പോലെയുള്ള ഭാഗത്താണ്. അവിടെ 2 പേര് നിൽക്കുന്നതാണ്. അവിടെ സേഫായിട്ട് കുട്ടികളായിട്ടൊക്കെ നമുക്ക് വരാം കേട്ടോ. നല്ല സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു പാലത്തിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. അതിങ്ങനെ ഒഴുകി പോയിട്ട് ചെറിയൊരു കനാല് പോലെ അങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അധികം റിസ്ക് ഒന്നുമുള്ള ഏരിയ അല്ല. കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഒരുപാട് പേര് അവിടെ സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ഞങ്ങളുടെ 11:30 എത്തി. ഞങ്ങൾ പോകുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് പേര് വന്നു പോകുന്നുണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു അത്യാവശ്യം നല്ല ഏറ്റവും ഭംഗിയുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരു കുഞ്ഞു മഴയൊക്കെ പെയ്തു. പക്ഷെ മഴയൊന്നും വയ്ക്കുന്നില്ല, കാരണം നമ്മൾ എന്തായാലും നനയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു കുഞ്ഞു ക്യൂട്ട് മഴ എന്നൊക്കെ പറയില്ലേ, മഴയ്ക്കൊക്കെ ഇത്ര ഭംഗിയുണ്ടെന്ന് തോന്നുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കേട്ടോ. അത്രയും രസമായിരുന്നു അവിടെ ആ ഒരു ഫുൾ വാട്ടർഫോൾസ് ഇങ്ങനെ കാണാനുണ്ട്. കാരണം ഞാൻ കണ്ടേക്കുന്നതിൽ അല്ലെങ്കിൽ പോയേക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും സേഫാണെന്ന് തോന്നിയിട്ട് ഒരു വാട്ടർഫോൾസ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്നാണ് കയറുന്നത്. നമ്മൾ ആദ്യം കണ്ടത് ഒരു തട്ട് പോലെയുള്ള കുളം പോലെയുള്ള ഭാഗം മുകളിലുണ്ട്. അതിൻ്റെ താഴത്തെ തട്ടാണ് ഈ കാണുന്നത് കേട്ടോ. വളരെ സേഫായിട്ടുള്ള സ്ഥലമാണ്. കുട്ടികളൊക്കെ ഇട്ട് പോകാനാണെങ്കിലും പാറയിൽ വഴുക്കുന്നുണ്ടെന്നുള്ള ഒഴിച്ചാൽ ഇപ്പോൾ എല്ലാ വാട്ടർഫോൾസിലും അങ്ങനെയാണല്ലോ. പാറയിൽ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു പായലിലേക്ക് വഴുവഴുപ്പുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും എത്രയും സേഫായിട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ ഇതിന് മുന്നേ പോയിട്ടുള്ള വാട്ടർഫോൾസ് എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ആ ഒരു വെള്ളം നല്ല ശക്തിയിൽ വീഴുന്ന ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു ഒഴുകിപ്പോകാനുള്ള ചാൻസൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞങ്ങൾ പോയേക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമായിട്ട് നല്ല സന്തോഷമായിട്ട് കുറേ സമയം ഇരിക്കാൻ പറ്റി കേട്ടോ. ആ വെള്ളം ഒഴുകുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഇപ്പോൾ ഞാനൊരു വാട്ടർഫോൾസ് കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തിന് മുന്നെയാണ് ഞാൻ ലാസ്റ്റ് ഒരു വാട്ടർഫോൾസിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കുട്ടീസാണെങ്കിലും അടിപൊളിയായിട്ട് അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ആൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിലും ഫസ്റ്റ് തുടങ്ങാനായിട്ട് എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു. ആദ്യം തുള്ളിച്ചാടിയൊക്കെ നടന്നു. പിന്നെ പയ്യെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ആൾ പോരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫോൺ മാറ്റി വെച്ച് ഞാനും ഫുള്ളായിട്ട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ.
പിന്നെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു. ഭയങ്കര സന്തോഷമായിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ എല്ലാം വന്നു. അതിനിടയ്ക്ക് ഒരുപാട് പേര് വന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അത്യാവശ്യം നല്ല സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ദൂരം വന്നതാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിൻ്റെ ആ ഒരു വെള്ളം വരുന്നതെന്ന് കാണിച്ചു തരാമെന്ന്. ഇപ്പോൾ കണ്ട ആ ഒരു തോട്ടിൽ കൂടിയാണ് കേട്ടോ വെള്ളം വരുന്നത്. ഈ ഒരു കുഞ്ഞു തോട്ടിലൂടെ വരുന്ന വെള്ളമാണ് അവിടെ ആ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമായിട്ട് വരുന്നതെന്ന് സത്യമായിട്ടും ഞാൻ കണ്ടപ്പോഴേക്ക് ഞാൻ ചിരിച്ചു പോയി. കാരണം അത്രയും ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം. ആ വരുന്ന വരവൊക്കെ കണ്ടാൽ ആരെങ്കിലും വിചാരിക്കുകയോ ഈ കുഞ്ഞു തോട്ടിൽ കൂടി ഒഴുകി വരുന്നതാണെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതങ്ങനെ കണ്ടപ്പോഴേക്കും. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ലൊരു ടോപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് ഒരു ബേർഡ്സിൻ്റെയൊക്കെ ഒരു ഷോപ്പ് പോലെ ഉള്ളൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫീഡിങ്ങിൻ്റെ ഒരു ബോക്സൊക്കെ വെച്ച് തരും നമ്മുടെ കയ്യിലോട്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ആ ഒരു ഫീഡിങ് ബോക്സിൽ വന്നിട്ട് കൊത്തിത്തിന്നും എന്നാണ്. പിന്നെ നമ്മളെ ഫുള്ളായിട്ട് അങ്ങോട്ട് കൊത്തിത്തിന്നാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ കയ്യിലും കാലിലും മേത്തും തലയിലും ഒക്കെ വന്നിരിക്കാൻ തുടങ്ങി. പിന്നെ നമ്മളുടെ ഈ ഓർണമെൻറ്റ്സൊക്കെ കണ്ടിട്ട് ഈ കഴിക്കാനുള്ളതാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതുങ്ങൾ വന്നിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക വൈബാണെന്നൊക്കെ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇതായിരുന്നു. ഇതൊന്നുമല്ല കേട്ടോ, ഈ കാണുന്നതൊന്നുമല്ല, എന്നെ മൊത്തത്തിൽ കൊത്തി തിന്നു പറയാം. എൻ്റെ ഡ്രസ്സിലൊക്കെ വന്നിരുന്നു കേട്ടോ. അച്ഛൻ്റെ മേത്തും കുറേ വന്നിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരാൾ എൻ്റെ മേത്ത് എൻ്റെ ഡ്രസ്സൊക്കെ വന്ന് കൊത്തിപ്പെറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടായിരുന്നു കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. നമ്മളിങ്ങനെ ഒരു കിളിയൊക്കെ ആൾക്കാരുടെ മേത്തൊക്കെ വന്നിരിക്കുന്നത് കണ്ടിട്ട്, പക്ഷേ ഇത്രയും കിളികളൊക്കെ വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നതും കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മളുടെ മേത്തൊക്കെ വന്നിരുന്ന് കൊത്തി എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നൊക്കെ നോക്കി. എൻ്റെ കമ്മലിലായിരുന്നു കേട്ടോ നോട്ടം. ഞാനപ്പോൾ കമ്മൽ പൊത്തിപ്പിടിച്ചതാണ്. പിന്നെ ആ ഡ്രസ്സിൽ വന്നിരുന്ന ആൾ പിന്നെയും വരുന്നുണ്ടായിരുന്നു. അതങ്ങനെ നല്ല സന്തോഷമായിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനും അച്ചായനും ആ ഒരു ഫീഡിങ് ബോക്സും പിടിച്ചുകൊണ്ട് വന്നിരുന്നത് കൊണ്ട് ഞങ്ങളുടെ മേത്തായിരുന്നു ഫുള്ള് കളി. ഈയാപ്പൻ അത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈയാപ്പൻ്റെ അടുത്തേക്ക് ഇതുങ്ങളൊന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ അടുത്ത് നിന്ന് ഇവരിങ്ങനെ പറപ്പിച്ച് കളയും, പിന്നെയും വന്നിരിക്കും. പിന്നെ അടുത്തത് പാമ്പായിരുന്നു കേട്ടോ. പാമ്പിൻ്റെ മേത്തെടുത്ത് വെച്ച് തരണമെന്ന് ആ ചേട്ടൻ ചോദിച്ചായിരുന്നു. പക്ഷേ അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വഴിക്കേ പോയില്ല. പിന്നെ ഇഗ്വാന ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തില്ല, അച്ഛനെടുത്തു കേട്ടോ. പുള്ളിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയൊന്നുമില്ല എന്ന് തോന്നുന്നു. അതങ്ങനെ മേത്തൊക്കെ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഒന്നും ചെയ്യത്തൊന്നുമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത്ര ധൈര്യം പോയില്ലായിരുന്നു. നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് ഓരോരുത്തരൊക്കെ ഇതൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതും പാമ്പിനെ കഴുത്തി ചുറ്റിയിരുന്നതൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അത് സ്വയം ഇങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് എന്താണെന്നറിയില്ല, എന്തെന്നില്ലാത്തൊരു പേടി എവിടെ നോക്കിയോ ഇങ്ങനെ വരും. അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തു വെച്ചില്ല. ഈയപ്പനാണെങ്കിൽ ആദ്യം പേടി ഉണ്ട് താനും, എന്നാലോ അതിനെ ഒന്ന് എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പാമ്പിനോട് പുള്ളിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കൂട്ടിക്കിടക്കുന്ന ഇഗ്വാനയും പുറത്ത് നിൽക്കുന്ന ഇഗ്വാനയും ആയിരുന്നു പുള്ളിയുടെ കണ്ണ് മുഴുവൻ കേട്ടോ. അപ്പോൾ അതിനെടുക്കണം എന്നൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കയറുന്നതും അച്ചായൻ്റെ തലയിലും ഏതൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇത്തിരി പേടി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാലെ പിടിക്കലും അതിൻ്റെ തൊണ്ടലും ചിക്കലൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അതിനെ കൂട്ടിൻ്റെ മേളിലെടുത്ത് വെച്ചിട്ട് പിന്നെ പയ്യെ ഇങ്ങനെ തൊട്ട് തലോടി. എന്നാലും അത് അനങ്ങുമ്പോഴേക്കും ഭയങ്കര ഒച്ചയെടുത്ത് പിന്നെ ആ ചേട്ടന്മാർ കയ്യിൽ വെച്ച് തരാമെന്ന് പറയുമ്പോൾ ആൾ ഓടിക്കളയും. അനങ്ങുമ്പോഴേക്കും റിയാക്ഷൻ ഒന്ന് കണ്ടേക്കേ. ആൾ ഭയങ്കരമായിട്ട് വേണം എന്നുണ്ട്, എന്നാൽ വേണ്ടാന്ന് താനും അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും കുറച്ച് പുറത്തേക്ക് വരാനായിട്ട് ഇത്തിരി ദൂരമുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള വഴി കൂടിയൊക്കെ നല്ല സുഖകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട്, നമ്മളുടെ നാടല്ലല്ലോ, വേറൊരു നാട്ടിൽ പോകുമ്പോഴേക്കും ആ ഒരു ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു. അച്ഛൻ പൊറോട്ട വാങ്ങിച്ചു, ബീഫ് ഫ്രൈ എടുത്തു, ഈയപ്പൻ അൽഫാം വാങ്ങിച്ചു, ഞാനൊരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ്. ബിരിയാണി സൂപ്പറായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളുടെ നാട്ടിലെ ബിരിയാണിയുടെ ടേസ്റ്റേ ആയിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു യാത്ര, ഭയങ്കര സന്തോഷമായിട്ട് നമ്മളുടെ നാട്ടിൽ കാണാത്ത കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട്, അതും 2 വീലറിനാണല്ലോ ഞങ്ങൾ പോയത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു യാത്രയുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്